ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഇഞ്ചിക്കറിയോ മാങ്ങാക്കറിയോ ഒന്നുമല്ല, ഇത് നാരങ്ങ അച്ചാറാണ്. ഇത് നമ്മൾ സാധാരണ നാരങ്ങ അച്ചാർ ഇടുന്ന പോലെ ഇട്ടതല്ല, ഇതൊരു വെറൈറ്റിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 6 നാരങ്ങ. നാരങ്ങ ഇങ്ങനെ കട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റുക. സാധാരണ നമ്മൾ വെള്ള നാരങ്ങ ഇടും, പിന്നെ അല്ലാതെ നാരങ്ങ അച്ചാറിടും, എണ്ണ നാരങ്ങ ഇടും, അങ്ങനെ പലതരത്തിൽ നാരങ്ങ അച്ചാറിടാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ്. ഇതുണ്ടാക്കുന്ന പ്രിപ്പറേഷനും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇനി ആ കഷ്ണങ്ങളെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തോലോടുകൂടി അരയ്ക്കണം. എല്ലാവരും വിചാരിക്കും അയ്യോ കൈക്കില്ലേ തോലരച്ചാലെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് അച്ചാറായി വരുമ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ മാറും. അപ്പോൾ അത് നമുക്കിനി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഇനി ഒരു ചട്ടിയോ പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ, എണ്ണ ചൂടായി വരുമ്പം കടുക് ഉലുവ ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന, ചെറുതായിട്ടല്ല അല്പം നീളത്തിൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. പച്ചമുളകൊക്കെ നന്നായിട്ട് വാടണം, അതിൻ്റെ പച്ച ഇതൊക്കെ അങ്ങ് പോകണം, ഇഞ്ചിയുടെയൊക്കെ. എന്നിട്ട് അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി ഇടണം. ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഇത്തിരി ഏറെ ഇടണം. ഉലുവ ഇത്തിരി ഇടണം, കായത്തിനെക്കാട്ടി ഇത്തിരി കുറച്ചിട്ടാൽ മതി ഉലുവ കൂടുതലായാൽ ചിലപ്പോൾ കഴിക്കും. ഉലുവയുടെ ഒരു കയ്പ്പുണ്ടല്ലോ, അത് വരും. അതൊക്കെ മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരിയും കൂടെ ചേർത്ത് വിടാം. അപ്പോൾ കളറും കിട്ടും, എരിവും കിട്ടും. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തീ കുറച്ച് വയ്ക്കണം. ചട്ടി ആയതുകൊണ്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു, കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ആ സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നാരങ്ങ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. നാരങ്ങയുടെ ഒരു പച്ച ഒരു കുത്തലുണ്ട്, അതൊക്കെ മാറണം. അത് നന്നായിട്ട് വഴറ്റണം. കുറച്ച് നേരം എടുത്ത് തീ കുറച്ച് വെച്ച് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു ആസിഡ് പോലെ ഒരു വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ വറ്റും. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഉപ്പും ചേർക്കുക. ഇതെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. ഇനി അതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. പഞ്ചസാര ചേർത്താലും മതി, ഇല്ലെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര വേണ്ടവർ പഞ്ചസാര ചേർത്താലും മതി. എന്നിട്ട് അതെല്ലാം ഉരുകി ഒന്നും കൂടി ഒന്ന് വെള്ളം പോലെ ആവും. ഈ ശർക്കരയും പഞ്ചസാര ഉരുകി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അതൊന്നുകൂടെ ഒന്ന് കുറുകി വരണം. കുറച്ച് നേരം ഇരുന്ന് അതേ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വരും. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാരങ്ങ അച്ചാറാണെന്നേ പറയത്തില്ല, നല്ല ടേസ്റ്റാണ്.